أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون صدق الله مولانا العلي العظيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഈ ഭവനത്തിലുള്ള നമ്മുടെ ഒരുമിച്ചുകൂടി സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഗതകാല ജീവിതത്തിൽ സംഭവിച്ചു പോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അല്ലാഹു മാപ്പാക്കി തരുമാറാവട്ടെ. ശിഷ്ടകാല ജീവിതം അല്ലാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയുകയും നമ്മുടെ രഹസ്യ പരസ്യങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന റബ്ബിനെ ജീവിതത്തിൽ സദാ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുക. ബഹുമാനികളെ, സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, നമുക്കൊക്കെ അറിയാവുന്നതുപോലെ നമ്മുടെ നാട് ഏറെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ശാസ്ത്ര പുരോഗതിയുടെ ഉത്തുംഗതയിലേക്ക് കാലം കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ചൊവ്വയിൽ മനുഷ്യന് താമസിക്കാൻ കഴിയുമോ എന്നുള്ള അന്വേഷണത്തിലും അതിൻ്റെ പുറകെയുമായി കുറേ ശാസ്ത്രജ്ഞന്മാർ അവരുടെ അധ്വാനവും അവരുടെ സമയവും മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കാലത്ത് ഇങ്ങനെയുള്ള ഈ കണ്ടുപിടുത്തങ്ങളും ഈ ശാസ്ത്രവും ഒക്കെ സംഭവിക്കുമോ എന്ന് ആശ്ചര്യപ്പെട്ടിരുന്ന നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അപൂർവമായ പല കണ്ടുപിടുത്തങ്ങളും വാർത്തകളും സമൂഹത്തിൻ്റെ നാനാഭാഗത്തു നിന്നും നാം കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഉദാഹരണമായി മുമ്പൊക്കെ നമ്മൾ പറയാറുണ്ട്, 10-20 കൊല്ലം മുമ്പ് വിദേശത്തേക്ക് പോകുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് തൻ്റെ നാട്ടിൽ ഭാര്യയുമായി മക്കളുമായി മാതാപിതാക്കളുമായി ഒന്ന് സംസാരിക്കണമെങ്കിൽ, അവരുമായി ആശയവിനിമയം നടത്തണമെങ്കിൽ തൻ്റെ 4 വീട് അപ്പുറമുള്ള ഒരാളെ നേരത്തെ തന്നെ കണ്ടുവെച്ച് ലാൻഡ് ഫോണുള്ള ഒരാളെ കണ്ടുപിടിച്ച് അയാളോട് കാര്യം പറഞ്ഞ് ബോധിപ്പിച്ച് രാത്രിയിൽ ഒരു 10 മണിക്ക് ശേഷം ഭാര്യയും മക്കളുമൊക്കെ ആ വീട്ടിൽ പോയി തൻ്റെ ഭർത്താവിൻ്റെ കോളും പ്രതീക്ഷിച്ചിരുന്നു അവരുമായി ഒരു 5-6 മിനിറ്റ് സംസാരിച്ച് വീണ്ടും അടുത്ത ദിവസമോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോ വീണ്ടും അടുത്ത ഒരു കോളിന് വേണ്ടി പ്രതീക്ഷിച്ചിരുന്നൊരു കാലത്ത് നിന്ന് ഇന്ന് നാം കിടക്കുന്ന ബെഡിൽ നിന്നുകൊണ്ട് തന്നെ നേരിട്ട് അവിടെ നിന്ന് കണ്ട് സംസാരിക്കാൻ കഴിയും വിധത്തിൽ, മണിക്കൂറുകളോളം സംസാരിക്കാൻ കഴിയും വിധത്തിൽ, പണമിടപാടുകളൊക്കെ അന്ന് നമുക്ക് കുറച്ച് അല്പം പൈസ വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് എത്തിക്കണമെങ്കിൽ എന്തെല്ലാം പ്രതിസന്ധികളായിരുന്നു. ഇന്നതൊന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ വേഗത്തിൽ നമുക്ക് നാട്ടിലേക്ക് പണം എത്തിക്കാനുള്ള വഴികളും അതിനുള്ള എല്ലാ കണ്ടുപിടുത്തങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. ഏതെല്ലാം സിസ്റ്റങ്ങൾ. ഇങ്ങനെ ശാസ്ത്രം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലം. എല്ലാത്തിനും നമ്മുടെ വിരൽത്തുമ്പിൽ നാം ആഗ്രഹിക്കുന്നതെന്തും നമ്മുടെ വിരൽത്തുമ്പ് കൊണ്ട് ചലിപ്പിച്ചാൽ മാത്രം മതി എന്ന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്ന ഈ കാലഘട്ടം. സഹോദരങ്ങളെ, ഇന്നത്തെ ശാസ്ത്രം പുരോഗമിച്ചപ്പോൾ നാം പക്ഷേ നമ്മുടെ കാലഘട്ടത്തിലുണ്ടാകുന്ന നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കുറേ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ കുറേ അധികം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലം. ശാസ്ത്രം ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നു,
കണ്ടുപിടുത്തങ്ങളുടെ ബാഹുല്യം ഒരു ഭാഗത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ കുടുംബ ബന്ധങ്ങളും കുടുംബജീവിതവും തകർന്നുകൊണ്ടിരിക്കുന്നു. ഫോൺ കോൾ കൊണ്ട് നഷ്ടപ്പെട്ടു പോയ എത്രയോ ബന്ധങ്ങൾ, അനേകായിരം ബന്ധങ്ങൾ ഈ ഫോൺ വിളി കൊണ്ട് നഷ്ടപ്പെട്ടു പോയ എത്രയോ ബന്ധങ്ങൾ, ഈ ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തത്തിൽ ജീവിതം ആസ്വദിച്ച് തീർക്കുന്ന അനേകായിരം കുടുംബങ്ങൾ, അങ്ങനെ എത്ര വ്യക്തി ജീവിതങ്ങൾ. ഇങ്ങനെയുള്ള ദുരന്തപൂർണമായ ജീവിതത്തിലേക്ക് കാലം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇത്രയേറെ പുരോഗമന പ്രസംഗങ്ങൾ കേൾക്കുന്ന ആളുകൾ, ഇത്രയേറെ ദീനീ വിജ്ഞാനങ്ങൾ കേൾക്കുകയും അതിൽ ഒരു പഞ്ഞവും ഇല്ലാതിരിക്കുന്ന ഒരു കാലം, ഏറ്റവും വലിയ വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ കയ്യിലുള്ള ഈ സന്ദർഭം, മദ്രസകൾ ധാരാളം നമ്മുടെ നാട്ടിൽ അത് വ്യാപകമായി കൊണ്ടിരിക്കുകയും അതിന്റെ പഠനങ്ങൾ കുറെ കൂടി മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ കാലത്തും എന്തുകൊണ്ട് സഹോദരങ്ങളെ ഇങ്ങനെ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ എന്തുകൊണ്ട് തകർന്നു പോകുന്നു? നമ്മുടെ സാമൂഹിക അന്തരീക്ഷം എന്തുകൊണ്ട് അതൊക്കെ പഴയതിനേക്കാൾ മോശമായ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സാമൂഹിക അന്തരീക്ഷം പോകുന്നു എന്നൊക്കെ നാം പലപ്പോഴും ഇങ്ങനെ ചോദിച്ച് ആ ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ ഇങ്ങനെ അന്താളിച്ച് നിൽക്കുകയാണ് നാം. മറ്റു ചില ആളുകൾ അത് കാലത്തിന്റെ മേൽ പഴി പറയുകയാണ്. അത് കാലം ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ മക്കളും നമ്മുടെ തലമുറയും നമ്മുടെ കുടുംബവും ഒക്കെ തകർന്നു പോകാനുള്ള മറ്റൊരു കാരണം അത് നമ്മുടെ കാലമാണെന്ന് പറഞ്ഞ് കാലത്തിന് പഴി പറയുന്നു. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ കാലത്തിൻ്റെതാണോ പ്രശ്നം? കാലത്തിൻ്റെതും ശാസ്ത്രം വളർന്നതുമാണോ നമ്മുടെ യഥാർത്ഥ പ്രശ്നം? ശാസ്ത്രത്തിന്റെ വളർച്ചയോ അല്ലെങ്കിൽ ഈ കാലത്തിന്റെ മോശമാണോ പ്രശ്നം? അതൊന്നുമല്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഇതിനേക്കാൾ മോശമായ ഒരു കാലഘട്ടത്തെ കുറിച്ച് നാം കേട്ടിട്ടില്ലേ? എത്രയും മോശമായ ഒരു കാലം ഇതായിരുന്നു. ഒരു കാലത്ത് വീടിന്റെ മുന്നിൽ ബോർഡ് വെച്ചിരുന്ന ഒരു കാലം, അഥവാ എനിക്ക് ഇന്നത്തെ രാത്രിക്ക് വേണ്ടി മാത്രം എന്റെ ആവശ്യം നിറവേറ്റാൻ, എന്റെ വികാരം പൂർത്തീകരിക്കാൻ ഇന്നത്തെ രാത്രിക്ക് വേണ്ടി മാത്രം എനിക്കൊരു പെണ്ണിനെ വേണമെന്ന് വീടിന്റെ മുന്നിൽ ബോർഡ് വെച്ചിരുന്ന ഒരു കാലം 1400 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നു. അങ്ങനെ ബോർഡ് വെച്ചിരുന്നു എന്ന് മാത്രമല്ല, അവരതിനെ സ്വീകരിക്കുകയും അവരുടെ ആവശ്യങ്ങൾ യഥാവിധി നിറവേറുകയും ചെയ്തിരുന്നു. വികാര പൂർത്തീകരണം ഓരോ ദിവസവും ഓരോ പെണ്ണിനെ കൊണ്ട് അവരുടെ വികാരങ്ങൾ പൂർത്തീകരിച്ചിരുന്ന ഒരു കാലം 1400 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നു. അതുമാത്രമോ, ഒരു കള്ളിന്റെ വീപ്പയിൽ ഒരു ഈച്ച വീണ് ചത്തുപോയാൽ ആ ഈച്ചയെ മക്കയുടെ തെരുവീതിയിൽ കൊണ്ടുവന്നിട്ട് ആ ഈച്ചയെ മറമാടുന്നതിന് വേണ്ടി സാധാരണ മനുഷ്യന് കൊടുക്കുന്ന ബഹുമാനത്തിനപ്പുറം ആ ഈച്ചയ്ക്ക് സർവ്വ ബഹുമതികളോടുകൂടി ആ ഈച്ചയെ കബറടക്കം ചെയ്യാൻ നേരത്ത് ആ ഈച്ചയെ നോക്കിയിട്ട് അവർ പാടുമായിരുന്നു. ഏത് കാലത്ത്? 1400 വർഷങ്ങൾക്ക് മുമ്പ്. അല്ലയോ ഈച്ചേ, നീ എത്ര ഭാഗ്യവാനാണ്. എന്റെ ദൈവം എന്നെ ഈ ഈച്ചയായി സൃഷ്ടിച്ചിരുന്നുവെങ്കിൽ എനിക്കും കള്ളിന്റെ വീപ്പയിൽ കിടന്ന് കല്ല് കുടിച്ച് മരിക്കാമായിരുന്നല്ലോ. ഈ കല്ലാസ്വദിച്ച് കല്ല് നുണഞ്ഞിട്ട് എനിക്ക് മരിക്കാമായിരുന്നല്ലോ എന്ന് പാട്ടുപാടി ആസ്വദിച്ചിരുന്നൊരു കാലം സഹോദരങ്ങളെ, 1400 കൊല്ലം മുമ്പ് ഇതിനേക്കാൾ മലിനമായിരുന്നൊരു കാലം അന്നുണ്ടായിരുന്നു എന്ന യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. ആ കാലഘട്ടത്തിൽ നിന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 23 വർഷക്കാലത്തെ മാത്രം പ്രയത്നം കൊണ്ട് ആ കാലത്ത് നിന്ന് സഹാബത്തുൽ കിറാമിനെ ലോകത്തിന്റെ മുമ്പിൽ വലിയ മാതൃകയായി സമർപ്പിക്കാൻ കഴിഞ്ഞത് സഹോദരങ്ങളെ ഇന്നത്തെ കാലഘട്ടത്ത് നമുക്ക് വലിയ പാഠമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നാം ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളെ ഒരുപാട് കേട്ടിട്ടുണ്ട്. അല്ലാഹു നമുക്ക് മാർഗദർശനമായി തന്ന വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ ഇന്ന് തുറന്ന പുസ്തകമായി നമ്മുടെ മുമ്പിലുണ്ട്. ഇതൊക്കെ നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കുകയും നമ്മൾ നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം അന്വേഷിക്കുകയാണ്. നമ്മുടെ സാമൂഹിക അന്തരീക്ഷം മലിനമായി കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തെ എങ്ങനെ നാം മാറ്റിയെടുക്കുമെന്നുള്ള ആലോചനയിലാണ് സഹോദരങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിത മാർഗത്തിൽ നിന്നും നമുക്ക് കൃത്യമായി മാർഗദർശനമായി കാണിച്ചു തന്ന വിശുദ്ധമായ ഒരു ഗ്രന്ഥം നമ്മുടെ മുമ്പിലുണ്ട്. ആ ഗ്രന്ഥത്തെ മാത്രം മനസ്സിലാക്കിയാൽ മതി, നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. അല്ലെ? ഇന്ന് നാം അള്ളാഹു നമുക്ക് തന്ന ജീവിത മാർഗത്തെ
അള്ളാഹു നമുക്ക് മാർഗദർശനമായി തന്ന വിശുദ്ധ ഖുർആനിനെ മാറ്റി നിർത്തിയിട്ട് അവനവന്റെ സൗകര്യത്തിനും സുഖത്തിനും വേണ്ടി മാത്രം ജീവിക്കുന്ന മനുഷ്യന്റെ നിലപാടാണ് പ്രശ്നം. അവിടെ ശാസ്ത്രത്തെ കുറ്റം പറഞ്ഞിട്ടോ അവിടെ കാലത്തെ പഴിചാരിയിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല. കാരണം വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫഇമ്മാ യഗ്തിയന്നകും മിന്നീ ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നിങ്ങൾക്ക് നിങ്ങളുടെ വഴികാട്ടിയായി ഒരു ഗ്രന്ഥം നിങ്ങൾക്ക് മുമ്പിൽ അല്ലാഹു തുറന്നു വെച്ച് തന്നിരിക്കുകയാണ്. ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ ഫമൻ തബിഅ ഹുദായ, ആ സന്മാർഗത്തിന്റെ വഴി ആര് പിൻപറ്റുന്നോ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവന്റെ കുടുംബം തകരുമെന്ന് പേടിക്കാനില്ല. അവന്റെ ഭാര്യ മറ്റുള്ളവന്റെ കൂടെ ഇറങ്ങിപ്പോകുമോ എന്ന പേടിയും അവന് വേണ്ട. ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവരുടെ ഭർത്താവ് ആരുടെയെങ്കിലും ഏതെങ്കിലും പെണ്ണിനെ വിളിക്കുമെന്നോ അവരുടെ കൂടെ ഇറങ്ങിപ്പോകുമെന്ന പേടിയും വേണ്ട. അവരുടെ മക്കൾ നശിച്ചു പോകുമെന്ന പേടിയൊന്നും വേണ്ട. എല്ലാത്തിനും പരിഹാരം വിശുദ്ധ ഗ്രന്ഥം അല്ലാഹു പറയുന്നു, ഫമൻ തബിഅ ഹുദായ, എന്റെ ഈ സന്മാർഗത്തെ പിൻപറ്റിയാൽ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവന് യാതൊരു പേടിയുടെയും ഭയത്തിന്റെയും യാതൊരു ആവശ്യവുമില്ല എന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ മാർഗമല്ലാതെ മറ്റൊരു മാർഗവും നമ്മുടെ മുമ്പിലില്ല. സമാധാനം കിട്ടാൻ, നമുക്ക് സമാധാനത്തെ തേടി പോകുന്ന നാം, സമാധാനം കിട്ടാൻ നമ്മുടെ മുമ്പിൽ ഈ വിശുദ്ധ ഗ്രന്ഥമല്ലാതെ മറ്റൊരു മാർഗം നമ്മുടെ മുമ്പിലില്ല. ഇതില്ല എങ്കിൽ, ഇതല്ലാത്ത മറ്റൊരു മാർഗത്തെയാണ് നാം അന്വേഷിക്കുന്നതെങ്കിൽ അവിടെ സമാധാനം നഷ്ടപ്പെടും, അവിടെ കുടുംബ ബന്ധങ്ങൾ തകരും. കുടുംബത്തിൽ നാം ആഗ്രഹിക്കുന്നത് പോലുള്ള സന്തോഷവും സമാധാനവും ലഭ്യമാകില്ല. മറിച്ച് എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഉണ്ടാകും. അതുകൊണ്ട് ലോകത്ത് എന്തൊക്കെ പ്രശ്നമുണ്ടോ അതിന്റെ എല്ലാത്തിന്റെയും, ആ പ്രശ്നങ്ങളുടെ മുഴുവനും പരിഹാരം അത് വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്, വിശുദ്ധ ഖുർആനിലുണ്ട്. അതുകൊണ്ടാണ് റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അല്ലാഹു നിങ്ങളെ വെറുതെ സൃഷ്ടിച്ചതൊന്നുമല്ല, അല്ലാഹു നിങ്ങളെ വെറുതെ ഇങ്ങ് സൃഷ്ടിച്ചു വിട്ടതൊന്നുമല്ല. സഹോദരങ്ങളെ, നാം നമ്മുടെ വാപ്പയും ഉമ്മയും കല്യാണം കഴിഞ്ഞ് അവർ ഒരുമിച്ച് ഒരു ബെഡ്റൂമിൽ പല രാത്രികൾ ചിലവിട്ടപ്പോൾ മാത്രം ഉണ്ടായതാണ് നാം എന്ന് നാം കരുതുന്നുണ്ടോ? അല്ലാഹു പറയുന്നു, അങ്ങനെയാണോ നിങ്ങളുടെ കരുതൽ? മിൻ അയ്യി ഷൈഇൻ ഖലഖ മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ ثم السبيل يسر ثم أماته فأقبر ثم إذا شاء أنشر. വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, മിൻ അയ്യി ഷൈഇൻ ഖലഖ, ഏത് വസ്തുവിൽ നിന്നാണ് നിങ്ങളെ സൃഷ്ടിച്ചത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ, ഒരു ബീജത്തുള്ളിയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചെടുത്തു അല്ലാഹു. ഒരു ബീജത്തുള്ളിയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചു. ഫഖദ്ദറ, നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തന്ന് നിങ്ങളെ ക്രമീകരിച്ച് കൃത്യമായി നിങ്ങളെ സംവിധാനിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ ثم السبيل يسر, നിങ്ങളെ ഒരു പരുവത്തിലാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ശരീരഘടനയെല്ലാം ക്രമീകരിച്ചു തന്നതിനു ശേഷം നിങ്ങൾക്ക് ജീവിത മാർഗവും അല്ലാഹു എളുപ്പമാക്കി തന്നു. ഇമ്മാ ശാക്കിറൻ വ ഇമ്മാ കഫൂറ, ഒന്നുകിൽ നിങ്ങൾക്ക് അല്ലാഹു കാണിച്ചു തന്ന വഴിയിലൂടെ നന്ദിയുള്ളവരായി മുന്നോട്ട് പോകാം, അതല്ല എങ്കിൽ വ ഇമ്മാ കഫൂറ, അല്ലാഹുവിന്റെ ശത്രുവായ പിശാച് നിങ്ങൾക്ക് മുന്നിൽ തുറന്നിട്ട് തരുന്ന നന്ദി കെട്ട വഴിയിലൂടെ നിങ്ങൾക്ക് സഞ്ചരിച്ച് മുന്നോട്ട് പോകാം. നിങ്ങൾക്ക് അതിനുള്ള ചോയ്സ് ഉണ്ട്, നിങ്ങൾക്ക് അതിനുള്ള ഇഖ്തിയാർ ഉണ്ട് എന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുന്നു. സുമ്മ അമാതഹു ഫഅഖ്ബറ, നിങ്ങളുടെ തോന്നിവാസങ്ങൾക്കനുസരിച്ച് നിങ്ങൾ പോകാൻ, നന്ദി കെട്ട ജീവിതത്തെ തെരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു സംഗതിയെ കൂടി വിശുദ്ധമായ ഖുർആൻ പറയുന്നു. നിങ്ങൾ നന്ദി കെട്ട വഴിയെ തെരഞ്ഞെടുത്തോ, നിങ്ങളുടെ ചോയ്സ് ആണ്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു, ആ വഴിയെ നിങ്ങൾ തെരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ അറിയേണ്ടത് സുമ്മ അമാതഹു ഫഅഖ്ബറ, ഈ അല്ലാഹു തന്ന സംവിധാനങ്ങളെ മുഴുവനും ഇവിടെ ഉപേക്ഷിച്ചിട്ട്, എല്ലാം ഇവിടെ അവസാനിപ്പിച്ചിട്ട് അല്ലാഹുവിന്റെ അടുക്കലേക്ക് പോകേണ്ടതും അല്ലാഹു നിങ്ങളെ തിരിച്ചു വിളിക്കുകയും നിങ്ങളെ ഫഅഖ്ബറ, ഖബറിൽ കൊണ്ടുപോയി വെക്കുകയും ചെയ്യുന്ന ഒരു കാലം വരും. സുമ്മ ഇദാ ശഅ അൻശറ, പിന്നീട് കുറെ നാളുകൾ ആ ഇരുളടഞ്ഞ ഖബറിൽ നിങ്ങളുടെ സമയം ചെലവഴിച്ചതിനു ശേഷം അവിടെ നിന്ന് അല്ലാഹു നിങ്ങളെ ചോദ്യം ചെയ്യാൻ, നിങ്ങളുടെ ഈ ജീവിതത്തെ, ദുനിയാവിന്റെ ജീവിതത്തെ എങ്ങനെയായിരുന്നു ക്രമീകരിച്ചിരുന്നത് എന്ന് അല്ലാഹു കൃത്യമായി ചോദ്യം ചെയ്ത് അതിനെ നിങ്ങളുടെ മുമ്പിൽ വ്യവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി നിങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒരു കാലത്ത് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നുകൊള്ളുക എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, എന്റെ ഈ ജീവിതത്തെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ടെന്ന് ആ ഒരു ചിന്തയോടുകൂടി ആര് ജീവിക്കുന്നുണ്ടോ അവൻ
അവന്റെ കുടുംബം നന്നാകും, അവന്റെ ഇടപെടലുകൾ നന്നാകും, അവന്റെ സാമ്പത്തിക രംഗം നന്നാകും, എല്ലാം ശരിയാകും അവന്റെ. അതാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്. ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ധാർമ്മിക മൂല്യങ്ങളെയും നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും. ഇന്ന് നാം ആലോചിക്കുകയാണ്, നമ്മുടെ മക്കൾ എവിടെ നിന്നാണ് ഈ വഴി പിടിച്ചു പോയത്? നമ്മുടെ മക്കൾക്ക് എവിടെ നിന്നാണ്? ഞാൻ സാധാരണ എന്റെ മക്കളെ പറഞ്ഞയക്കുന്നത്, ഞാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും നല്ല വിദ്യാഭ്യാസം കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും ട്യൂഷൻ സെന്ററുകളിലേക്കുമാണ് ഞാൻ എന്റെ മക്കളെ പറഞ്ഞയക്കുന്നത്. അല്ലാതെ ഞാൻ എങ്ങോട്ടേക്കും എന്റെ മക്കളെ പറഞ്ഞയക്കാറില്ല. പിന്നെ എന്റെ മകൻ എങ്ങനെ വഴിപിഴച്ചു പോയി, പിന്നെ എന്റെ മകൻ എങ്ങനെ ഡ്രഗിനടിമയായി, പിന്നെ എന്റെ മകൾ എങ്ങനെ ഒരു പ്രണയത്തിൽ പോയി അകപ്പെട്ടു പോയി എന്ന് ചിന്തിച്ചിരിക്കുന്ന എന്നോടും നിങ്ങളോടും വിശുദ്ധ ഖുർആൻ പറയുന്നു, നിന്റെ കുടുംബത്തിൽ തന്നെയാണ് പ്രശ്നം, നിന്റെ നിലപാടുകൾ തന്നെയാണ് പ്രശ്നം. മാതാപിതാക്കളെ, ഉമ്മ വാപ്പമാരെ, എന്റെയും നിങ്ങളുടെയും അറിവില്ലായ്മയും എന്റെയും നിങ്ങളുടെയും വിശുദ്ധ ഖുർആനുമായിട്ടുള്ള ആ ബന്ധത്തിന്റെ കുറവും കാരണമാണ് എന്റെ മക്കൾ വഴിപിഴച്ചു പോയത് എന്ന് കൃത്യമായി നമുക്ക് വിശുദ്ധമായ ഗ്രന്ഥം പറഞ്ഞു തരികയാണ്. സുബഹി നമസ്കാരം കഴിഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വേഗത്തിൽ സലാം വീട്ടിയ ഉടനെ എഴുന്നേറ്റ് പോയ അബൂ ദുജാന റളിയല്ലാഹു തആല അൻഹുവിനോട് പ്രവാചകൻ ചോദിക്കുന്നു, യാ അബൂ ദുജാന, അബൂ ദുജാന, അലൈസ ലക ഇൻദല്ലാഹി ഹാജ? നീ സലാം വീട്ടിയ ഉടനെ ഇറങ്ങി ഓടുന്നുണ്ടല്ലോ, നിനക്ക് അല്ലാഹുവിനോടൊന്നും ചോദിക്കാനില്ലേ? നിന്റെ ആവശ്യങ്ങളായ റബ്ബിന്റെ മുന്നിൽ ഒന്നും പറയാൻ നിനക്കില്ലേ അബൂ ദുജാന എന്ന ചോദ്യത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബൂ ദുജാന റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതേ പ്രവാചകരെ, എനിക്ക് എന്റെ റബ്ബിനോട് ചോദിക്കാൻ എനിക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. പക്ഷേ ഞാൻ ഇത്രയും വേഗത്തിൽ എഴുന്നേറ്റ് അങ്ങയുടെ പുറകിൽ നിന്ന് ഞാൻ എഴുന്നേറ്റ് ഓടുന്നത് എന്തെന്നറിയോ? എന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് എന്റെ മതിലിനോട് ചേർന്ന് ഒരു ഈന്തപ്പന മരമുണ്ട്. അതെന്റേതല്ല, എന്റെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന എന്റെ അയൽവാസിയുടെ വീട്ടിൽ നിൽക്കുന്ന ഒരു ഈന്തപ്പന മരമാണ്. ഇന്നലെ രാത്രി ശക്തമായ കാറ്റടിച്ചു വീശി റസൂലേ. ആ ശക്തമായ കാറ്റടിച്ചു വീശിയപ്പോൾ എന്റെ വീടിന്റെ മുറ്റത്തേക്ക് അപ്പുറത്ത് നിന്ന ഈന്തപ്പനയിൽ നിന്ന് കുറച്ച് കാരക്കകൾ അത് എന്റെ വീട്ടിന്റെ മുറ്റത്ത് വന്ന് വീണിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. എന്റെ മക്കൾ 2-3 ദിവസമായി പട്ടിണി കിടക്കുകയാണ്. ആ പട്ടിണി കിടക്കുന്ന എന്റെ മക്കൾ എഴുന്നേറ്റ് രാവിലെ നോക്കുമ്പോൾ എന്റെ വീടിന്റെ മുറ്റത്ത് കിടക്കുന്ന ഈ കാരക്കകൾ കണ്ടിട്ട് അവര് വിശപ്പിന്റെ കാഠിന്യത്താൽ എടുത്ത് വയറ്റിനകത്തിട്ടാൽ, അവരെ വയറ്റിലേക്ക് ഇറക്കി വിട്ടാൽ, അവരുടെ ഉള്ളിലേക്ക് ആ കാരക്ക വിശപ്പിന്റെ കാഠിന്യത്താൽ ഇറക്കി വിടുമ്പോൾ അത് ഹറാമായ ഭക്ഷണമാണല്ലോ. അവർക്കറിയില്ലല്ലോ ആ പൈതലുകൾക്ക് അവർ തിന്നാൻ പോകുന്നത് ഹറാമാണെന്ന്. അവർ പട്ടിണിയിലാണ് 3 ദിവസമായിട്ട്. അവർ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ആ കാരക്ക പറുക്കിയെടുത്ത് അപ്പുറത്തെ വീട്ടിലേക്ക് ഇട്ടുകൊടുക്കാൻ വേണ്ടി ഞാൻ ഓടുന്നതാണ് റസൂലേ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞിട്ട് പോയ സഹോദരങ്ങളെ, ഏതൊരവസ്ഥയിൽ നിന്ന് ഞാൻ തുടക്കം സൂചിപ്പിച്ച 1400 കൊല്ലം മുമ്പ് ആ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് ഈ ഒരു അവസ്ഥയിലേക്ക് മാറ്റിയെടുത്തതിന്റെ പേരാണ് വിശുദ്ധ ഗ്രന്ഥം. ആ ഒരു അവസ്ഥയിലേക്ക്, പരിവർത്തനത്തിന്റെ ധവളിമയിലേക്ക് ഈ സഹാബത്തിനെ ഉയർത്തിക്കൊണ്ടുവന്നതാണ് ഈ വിശുദ്ധ ഗ്രന്ഥം. എന്റെ കൈ എത്രയോ വർഷങ്ങളായി ഞാൻ ഒറ്റയ്ക്ക് പണിയെടുത്തിട്ട് എന്റെ കയ്യിൽ മുഴുവനും വ്രണം വന്നുപോയി. എനിക്ക് തോളിടുന്ന എടുത്തിട്ട് എനിക്ക് വെള്ളം കോരാൻ കഴിയുന്നില്ല. അങ്ങക്ക് കുറെ സ്വത്തുക്കൾ കിട്ടിയിട്ടുണ്ടല്ലോ. ആ സ്വത്തുക്കളിൽ നിന്ന് എനിക്ക് ഒരു അടിമയെ തന്ന് സഹായിക്കാമോ എന്ന് പ്രവാചകനോട് സഹായം ചോദിക്കാൻ വന്ന തന്റെ പ്രിയ പുത്രിയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വിടുന്നു, ഇത് എന്റെ സമ്പത്തല്ല ഫാത്തിമ, ഇതെന്റെ സമ്പത്തല്ല. അൻകിദി നഫ്സകി മിനന്നാർ. നിനക്ക് നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടണമെങ്കിൽ, നിനക്ക് റബ്ബിന്റെ കോടതിയിൽ രക്ഷപ്പെടണമെങ്കിൽ ഇന്ന് നിന്റെ കയ്യിലുണ്ടായിരിക്കുന്ന വ്രണവും ഇന്ന് നീ അനുഭവിക്കുന്ന തോളുവേദനയും നടുവേദനയും നീ ദുനിയാവിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കും പരിഹാരമായി നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നിനക്ക് വിജയം ലഭിക്കണമെങ്കിൽ ഇന്നിവിടെ നിനക്ക് അടിമയെ കിട്ടിയതുകൊണ്ട് നാളെ ആഖിറത്തിൽ രക്ഷപ്പെടുകയില്ല. അതുകൊണ്ട് ആഖിറമാണ് പ്രശ്നം, ഈ ദുനിയാവല്ല പ്രശ്നം. ഈ ദുനിയാവിൽ കുറച്ച് കഷ്ടപ്പാടുകൾ വേണ്ടിവരും, ഈ ദുനിയാവിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരും എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവരെയൊക്കെ മടക്കി അയക്കുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ ഒന്ന് ആലോചിച്ചു നോക്കൂ. എനിക്ക് സമ്പത്ത് മതി, എനിക്ക് സൗകര്യം മതി, എനിക്ക് ഇങ്ങനെയുള്ള ജീവിതം, ആർഭാടകരമായ ജീവിതം മതി എന്ന്
അങ്ങനെയുള്ള ചിന്തയിലേക്ക് മനസ്സ് മാറിയിരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ വലിയ അനുഗ്രഹം പോലും നമുക്ക് വല്ലാതെ നമുക്കിടയിൽ അകലങ്ങൾ സൃഷ്ടിക്കുകയാണ്. അല്ല, ചിന്തിച്ചു നോക്കൂ, ലോകത്ത് റബ്ബ് നൽകുന്ന വിലമതിക്കാനാകാത്ത ഒരു അനുഗ്രഹമല്ലേ ഈ കുടുംബം എന്ന് പറയുന്നത്? നമുക്ക് വിലമതിക്കാൻ കഴിയോ? ബന്ധങ്ങൾ ഉള്ളതിന്റെ വില, ആ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയവരോടൊന്ന് ചോദിച്ചു നോക്കൂ സഹോദര. വയനാട് ദുരന്തത്തിൽ നാം മീഡിയകളിലൊക്കെ വ്യക്തമായി കണ്ടതല്ലേ, ഒരു കുടുംബത്തിലെ തന്റെ 12 പേരും അല്ലാഹു തിരിച്ചു വിളിച്ചിരിക്കുന്നു. 12 പേരെയും. തന്റെ വാപ്പ തന്റെ കൂടെയില്ല, തന്റെ ഉമ്മ തന്റെ കൂടെയില്ല, തന്റെ ഭാര്യ കൂടെയില്ല, തന്റെ മക്കൾ നഷ്ടപ്പെട്ടു, സഹോദരങ്ങൾ നഷ്ടപ്പെട്ടു, എല്ലാവരും നഷ്ടപ്പെട്ട ഒരാളുടെ വേദന സഹോദരങ്ങളെ, അത് നമുക്ക് സങ്കല്പിക്കുക പോലും സാധ്യമല്ല. ഒരാൾ ഈ ലോകത്ത് അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന ഏത് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ആ വേദന അവൻ രോഗത്തിന്റെ മൂർധന്യാവസ്ഥയിൽ അവൻ അനുഭവിക്കുന്ന ക്യാൻസറിന്റെ വേദനയല്ല, അവൻ അനുഭവിക്കുന്ന അവന്റെ ശരീരത്തിലൂടെ അവന്റെ ശരീരത്തിൽ നിന്ന് കുത്തിയെടുക്കുന്ന, അവന്റെ ശരീരത്തിൽ നിന്ന് മാറ്റിവെക്കുന്ന മജ്ജയിലൂടെ മജ്ജ മാറ്റിവെക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനയല്ല, അവന്റെ ശരീരത്തെ ഇത്രയും കീറി മുറിച്ച് 40ഉം 50ഉം തയ്യലുകൾ ഇടുമ്പോൾ അവൻ അനുഭവിക്കുന്ന വേദനയല്ല ഏറ്റവും വലിയ വേദന. ഏറ്റവും വലിയ ഏതെന്നുള്ള ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയും, അത് ഏകാന്തതയാണ്. അത് ഏകാന്തതയാണ് ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത്. അത് അനുഭവിക്കുന്നവരോടൊന്ന് ചോദിച്ചു നോക്കൂ. തന്റെ ഭാര്യ നഷ്ടപ്പെട്ട ഭർത്താവിനോട് അയാൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നുണ്ടാകും. അയാൾ കിടക്കയിൽ കിടന്നിട്ട് രാത്രിയും പകലും അയാൾ ആലോചിക്കുന്നുണ്ടാകും, എന്റെ സഹധർമ്മിണി ഇന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, ഞാനൊന്ന് വെള്ളം വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ പാതിരാത്രി 2 മണിക്ക് ഞാൻ എഴുന്നേറ്റിരുന്നുകൊണ്ട് ഒരു തുള്ളി വെള്ളം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ, ഇന്ന് എന്റെ മക്കൾ അപ്പുറത്തെ റൂമിൽ കിടന്ന് വിശ്രമിക്കുകയാണ്, അവർ സുഖനിദ്രയിലാണ്, എനിക്ക് എന്റെ കൂടെ ആരുമില്ലെന്ന് അയാൾ സ്വന്തം വിലപിക്കുമ്പോൾ, അയാൾ മേൽപോട്ട് നോക്കിക്കിടന്ന് ആലോചിക്കുമ്പോൾ അയാൾ കരുതുന്നുണ്ടാകും, ഇന്ന് എന്റെ സഹധർമ്മിണി കൂടെയുണ്ടായിരുന്നെങ്കിലെന്ന്. ബന്ധത്തിന്റെ വില അത് നഷ്ടപ്പെടുമ്പോഴേ നമുക്ക് മനസ്സിലാകൂ സഹോദരങ്ങളെ. അതുകൊണ്ട് മക്കളെ നഷ്ടപ്പെട്ട, ഭാര്യ നഷ്ടപ്പെട്ട, ഭർത്താവിനെ നഷ്ടപ്പെട്ടവർക്ക് അവരുടെ മക്കളാകുന്ന ഞാനും നിങ്ങളും അവർക്ക് താങ്ങായി തണലായി ഏകാന്തത അനുഭവിക്കുന്നവർക്ക് അവരോടൊന്ന് താങ്ങാകാൻ, അവർക്കൊന്ന് സാന്ത്വനമാകാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. വിശുദ്ധ ഗ്രന്ഥമെടുത്ത് വായിച്ചു നോക്കൂ. അല്ലാഹു ബന്ധങ്ങൾക്ക് എത്ര വലിയ വിലയാണ് നൽകിയിട്ടുള്ളത് എന്ന് നിങ്ങൾക്കറിയോ? യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. അല്ലാഹു മനുഷ്യ വിഭാഗത്തെ വിളിച്ചിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളെ നാം ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചു. ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വ ഖബായില. നിങ്ങളെ കുറെ ഗോത്രങ്ങളുടെയും കുറെ നിങ്ങളെ അറിയപ്പെടുന്നതിനു വേണ്ടി കുറെ ബന്ധങ്ങളും നിങ്ങൾക്ക് നൽകിയില്ലേ? ലിതആറഫു, നിങ്ങൾ പരസ്പരം തിരിച്ചറിയാനാണ്. ആരാണ് സഹോദരങ്ങളെ ബന്ധങ്ങളെ തിരിച്ചറിയുന്നവർ? ആരാണ് ബന്ധങ്ങളെ തിരിച്ചറിയുന്നത്? തന്റെ വാപ്പ താൻ ആവുന്ന കാലത്ത് തന്റെ വാപ്പ എനിക്ക് നിറവേറ്റി തന്ന സ്വപ്നങ്ങൾ എത്രയാണ്. ഇന്ന് ആ വാപ്പ വേദനിച്ച് കിടക്കുമ്പോൾ ആ വാപ്പയോട് ചെന്നിട്ട് ഒരു ആവശ്യം ചോദിച്ചിട്ട്, വാപ്പയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, അത് നിറവേറ്റി തരാൻ ഞാൻ എന്ത് ബാധ്യസ്ഥനാണെന്ന് പറയുന്ന എത്ര മക്കൾ നമുക്കിടയിലുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ സഹോദര, ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്ന് അല്ലാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ ഒന്നുമില്ലാത്ത കാലത്തും മനോഹരമായ ബന്ധങ്ങൾ അതൊക്കെ നമുക്ക് പകുത്തു നൽകി നമുക്ക് ജീവിക്കാൻ ജീവിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഒരുക്കി തന്ന ആ വാപ്പയും ഉമ്മയും ഇന്ന് കിടക്കയിലാണ്. അവരിന്ന് കിടക്കുകയാണ്. എത്ര പേർക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ കഴിയും, ആ കിടക്കുന്ന വാപ്പയും ഉമ്മയും അവർക്ക് യാതൊരുവിധ ആവശ്യവും എന്നോട് പറയാനില്ല എന്ന്, അവരുടെ ആവശ്യങ്ങൾ അൽഹംദുലില്ലാഹ് എനിക്ക് നിറവേറ്റി കൊടുക്കാൻ കഴിഞ്ഞു എന്ന്. എന്റെയും നിങ്ങളുടെയും ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ, അല്ലെങ്കിൽ പ്രായമായവർക്ക് അവരുടെ മകൾ പ്രസവിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ മരുമകൾ പ്രസവിക്കുമ്പോൾ അവരുടെ കുഞ്ഞിനെ നാം എടുത്തിട്ട് താലോലിക്കാറില്ലേ? അവർ വെറുതെ മേപ്പോട്ട് നോക്കി അവരിങ്ങനെ സ്വപ്നം കണ്ട് എന്തൊക്കെയോ കണ്ട് അവരിങ്ങനെ ആസ്വദിച്ച് കിടക്കുമ്പോൾ അവരെ നാം എടുത്ത് താലോലിക്കാറില്ലേ സഹോദരങ്ങളെ? എന്തിനാ അവരെ താലോലിക്കുന്നത്? അവരറിയുന്നുണ്ടോ അവരുടെ താലോലം അവർക്ക്? എന്നാലും ആ പ്രായത്തിൽ ഒന്നും അറിയാതെ കിടക്കുന്ന അവർ നമ്മുടെ ആ താലോലത്തെ കണ്ട് അവർ നമ്മുടെ ചിരിച്ചെന്ന് കാണിക്കാറില്ല. അവർക്കൊന്നും പറയാനറിയില്ല.
അവർക്കൊന്നും നമ്മളോട് എന്താണ് നമ്മളോട് പറയേണ്ടതെന്ന് അവർക്കറിയില്ല. പ്രായം അവർക്ക് എത്തിയിട്ടില്ല. എന്നാലും അവർ ആ കിടക്കയിൽ കിടന്ന് നമ്മുടെ താലോലം ഏറ്റുവാങ്ങി അവരനുഭവിക്കുന്ന ആ സന്തോഷം കണ്ട്, അവരുടെ മുഖത്ത് കാണുന്ന ആ പുഞ്ചിരി കണ്ട് നാം ആനന്ദിക്കാറില്ല സഹോദര? ഇന്ന് ആ ശൈശവത്തിൽ നിന്ന് വാർദ്ധക്യത്തിലേക്ക് എത്തി നിൽക്കുന്ന എന്റെയും നിങ്ങളുടെയും വാപ്പയും ഉമ്മയും ആ കിടക്കയിൽ കിടന്നുകൊണ്ട് ആഗ്രഹിക്കുകയാണ് എന്റെയും നിങ്ങളുടെയും താലോലം. ഞാനും നിങ്ങളും ഒന്ന് ചെന്ന് ചോദിക്കാൻ, എന്തെങ്കിലും ആവശ്യമുണ്ടോ വാപ്പ എന്ന് ചോദിക്കാൻ ആ വാപ്പ ആഗ്രഹിക്കുകയാണ്. നമുക്ക് എത്ര പേർക്ക് കഴിയും? ഞാനും നിങ്ങളും മരണപ്പെട്ടു പോയ എന്റെയും നിങ്ങളുടെയും വാപ്പയെ കൊണ്ട് കബറടക്കിയല്ലോ 6 അടി മണ്ണിൽ. എത്ര പേർക്ക് ആത്മാർത്ഥമായിട്ട് ആ വാപ്പയുടെയും ഉമ്മയുടെയും അടുത്ത് പോയി നിന്നിട്ടൊന്ന് പറയാൻ കഴിയും, വാപ്പ, ഞാൻ വാപ്പയെ നോക്കിയത് പൊന്നു പോലെയാണ്. എന്റെ വാപ്പ എന്റെ ചെറുപ്രായത്തിൽ എനിക്ക് എന്തെല്ലാം ആവശ്യങ്ങൾ എനിക്ക് നിറവേറ്റി തന്നിട്ട് എന്നെ പരിപാലിച്ചോ, അതേപോലെ വാപ്പ എനിക്ക് വാപ്പയെ പരിപാലിക്കാൻ കഴിഞ്ഞു എന്നുള്ള ആത്മനിർവൃതിയിലാണ് ഞാനെന്ന് എത്ര മക്കൾക്ക് പറയാൻ കഴിയും? ഒന്ന് ആത്മാർത്ഥമായി ചിന്തിച്ചു നോക്ക് സഹോദര. എത്ര പേർക്കാണ് പറയാൻ കഴിയുകയെന്ന്? എത്ര പേർക്ക് പറയാൻ കഴിയും? ഒന്ന് സ്വയമായി, ഒന്ന് സ്വന്തത്തോടെ ആലോചിച്ചു നോക്കൂ. നമുക്കൊന്ന് കുടുംബക്കാർക്ക് വിലയില്ല, നമ്മുടെ കുടുംബങ്ങൾക്കിടയിൽ നമുക്ക് വിലയില്ല. എത്ര പേര് രോഗസന്ദർശനം നടക്കുന്നുണ്ട്? മരിക്കുമ്പോൾ നമുക്ക് പോയി ഒന്ന് മരണപ്പെട്ട് എല്ലാം അവസാനിച്ച് യാത്രയായി കിടക്കുന്ന ഒരാളുടെ മുമ്പിൽ പോയി കണ്ണീരൊലിപ്പിക്കാൻ എത്ര പേരാണ്? അയാൾ എത്രയോ മാസങ്ങളായി കിടപ്പിലാണ്. തന്റെ സ്വന്തം രക്തത്തിൽ പിറന്നയാളാണ്. അയാൾ എത്രയോ കാലമായി രോഗശയ്യയിൽ കിടക്കുന്നു. അയാൾക്കൊന്ന് കാണണമെന്ന്, എന്നെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് അയാൾക്ക് ഇങ്ങോട്ട് വന്ന് കാണാൻ കഴിയില്ല. ഞാനൊന്ന് അങ്ങോട്ട്, അയാൾ മരിക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് അടുത്തേക്ക് ചെന്നിട്ട്, എന്റെ പൊന്നുപ്പ എന്താണ് നിങ്ങളുടെ വിശേഷമെന്ന് ചോദിക്കാൻ, അത് ആ ഒരൊറ്റ വാക്കിന് വേണ്ടി, നിന്റെ ഒരുപാട് സമ്പത്തോ, നിന്റെ ഒരുപാട് പത്രാസോ, നീ കിടക്കുന്ന 2800 സ്ക്വയർ ഫീറ്റ് വീടിന്റെ ആഡംബര സുഖമോ, നീ കിടന്നിറങ്ങുന്ന AC-യോ ഒന്നും ആ വാപ്പയും ഉമ്മയും ആഗ്രഹിക്കുന്നില്ല. നീ ഒന്ന് ചോദിക്കുന്ന ഒരു വാക്ക്, എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്ന ആ ഒരൊറ്റ വാക്കിന് വേണ്ടി വെമ്പൽ കൊണ്ട് കിടക്കുന്ന എത്രയോ വാർദ്ധക്യത്തിൽ അകപ്പെട്ടു പോയവർ നമ്മുടെ മുമ്പിലുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത ഖാത്തിഉ റഹ്മിൻ, കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. ഓരോ പ്രസംഗത്തിലും പ്രവാചകൻ സൂചിപ്പിക്കാതെ, പ്രവാചകന്റെ പ്രസംഗം അവസാനിപ്പിക്കാത്തൊരായത്തുണ്ട്, വത്തഖുല്ലാഹ് അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം, അല്ലാഹനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞതുപോലെ അല്ലാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥം ആയത്ത് ഓതിക്കൊണ്ട് പ്രവാചകൻ പറയും, തസാഅലൂന ബിഹി വൽ അർഹാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്നത് പോലെ നിങ്ങളുടെ കുടുംബ ബന്ധത്തെയും സൂക്ഷിക്കണേ എന്ന് വിശുദ്ധ ഗ്രന്ഥം ഈ ആയത്തോടാതെ പ്രവാചകന്റെ ഒരു ഖുത്ബയും അവസാനിപ്പിച്ചിട്ടേ ഇല്ല. നമ്മുടെ ഈ സദസ്സിൽ അല്ലാഹുവിന്റെ മാലാഖമാരുടെ സാന്നിധ്യമുള്ള സദസ്സാണ്. വെള്ളിയാഴ്ച ദിവസം അല്ലേ, വെള്ളിയാഴ്ച ദിവസം ഖുത്ബയുടെ സമയം. ഈ സമയത്ത് അല്ലാഹുവിന്റെ മാലാഖമാര് സദാ ഇറങ്ങി വന്ന് ഈ പള്ളിയിൽ നമ്മുടെ ഓരോരുത്തരുടെയും കൂടെ ഉണ്ടാകേണ്ടുന്ന സദസ്സാണ്. പക്ഷേ അല്ലാഹുവിനെ മുൻനിർത്തി പറയട്ടെ, ഈ സദസ്സിൽ ഏതെങ്കിലും ഒരാൾ തന്റെ വാപ്പയോട് മിണ്ടാത്ത, തന്റെ ഉമ്മയോട് മിണ്ടാത്ത, ഏതെങ്കിലും ഒക്കെ കുടുംബ വഴക്കിന്റെ പേരിൽ, സാമ്പത്തികത്തിന്റെ പേരിൽ, ചേട്ടന് കൊടുത്തത് കൂടിപ്പോയി എന്നതിന്റെ പേരിൽ, പെങ്ങൾക്ക് കൊടുത്തത് അധികമായി പോയി എന്നതിന്റെ പേരിൽ ഏതെങ്കിലും ഒരാൾ തന്റെ ഉമ്മയോടോ വാപ്പയോടോ തന്റെ രക്തബന്ധുക്കളോടോ പിണക്കത്തിൽ കഴിയുന്നുണ്ടെങ്കിൽ ആ ഒരൊറ്റ ഒരാൾ കാരണം ഇന്നത്തെ ഈ ജുമുഅ സമയത്ത് സഹോദരങ്ങളെ, ഈ പള്ളിയിലേക്ക് അല്ലാഹുവിന്റെ മാലാഖമാരെ കടന്നു വരില്ല. ഈ സദസ്സിലേക്ക് അല്ലാഹുവിന്റെ മാലാഖമാരെ കടന്നു വരില്ല. ബന്ധത്തെ മുറിക്കുന്ന ഒരാൾ ഈ സദസ്സിലുണ്ടെങ്കിൽ എന്നുള്ള കാര്യം, ആ വസ്തുത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇന്ന് നാം ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടുന്ന ഒരു വിഷയമാണിത്. ഈ കുടുംബം, എത്രയോ വാദുകൾ ഞാനും നിങ്ങളും കേൾക്കാറുണ്ട്. കുറേയൊക്കെ വാദ് കേൾക്കും, ഉമ്മായെ കുറിച്ചും വാപ്പായെ കുറിച്ചും ഒക്കെ പറയുന്നത് കേട്ടിട്ട് എനിക്ക് കരച്ചിൽ വന്നു എന്ന് പറയാൻ, എനിക്ക് നൊമ്പരം വന്നു എന്ന് പറയാൻ, യൂട്യൂബിലൂടെ ആ ഉസ്താദ് വാപ്പയെ കുറിച്ചും ഉമ്മയെ കുറിച്ചൊക്കെ പറയുന്നത് കേട്ടിട്ട് എനിക്ക് വല്ലാതെ കരച്ചിൽ വന്നു എന്ന് പറയാൻ ആത്മാർത്ഥത കാണിക്കുകയും വെമ്പൽ കൊള്ളുകയും ചെയ്യുന്ന ഞാനും നിങ്ങളും, ആ വാപ്പയും ഉമ്മയും ജീവിച്ചിരുന്ന കാലത്ത് എങ്ങനെയായിരുന്നു അവരോടൊന്ന് ചിന്തിച്ചു നോക്ക്. ആ വാപ്പയും ഉമ്മയും മരിച്ചു കിടക്കുന്ന ഈ സമയത്ത്, മരിച്ചു കിടക്കുകയാണെങ്കിൽ ഒന്ന് പോയിട്ട് അവരോട് ആത്മാർത്ഥമായിട്ട് എന്ത് പറയാൻ കഴിയും നിങ്ങൾക്ക്? നിങ്ങളുടെ ജീവിതത്തിൽ അവരെ എങ്ങനെയായിരുന്നു എന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ സഹോദര. ഞാൻ സമയക്കുറവിന്റെ പേരിൽ പറഞ്ഞു പോവുകയാണ് സഹോദരങ്ങളെ.
അല്ലാഹുവിന്റെ തൃപ്തി എന്ന് പറയുന്നത് റിളർ റബ്ബി ഫീ റിളൽ വാലിദ് വസുഖ്തു റബ്ബി ഫീ സുഖ്തിൽ വാലിദ്. ഈ വാപ്പയുടെയും ഉമ്മയുടെയും തൃപ്തിയിലാണ് അല്ലാഹുവിന്റെ തൃപ്തി. നിന്റെ വാപ്പയുടെയും ഉമ്മയുടെയും തൃപ്തിയും പൊരുത്തവും നിനക്കില്ലെങ്കിൽ അല്ലാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും നിനക്ക് കിട്ടുന്നില്ല എന്നുള്ള സംഗതി ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. സഹോദരങ്ങളെ, മാതാപിതാക്കളോട് ചെന്ന് ചോദിക്കണം. എന്ത്? ഏതെങ്കിലും ഇക്കാലഘട്ടത്തിൽ വാപ്പയുടെ ആവുന്ന കാലത്ത് വാപ്പയ്ക്ക് എത്രയോ പേരുമായി ബന്ധമുണ്ടായിരുന്നല്ലോ. ഇന്ന് അവരിൽ ആരെങ്കിലും ഒരാളെ, കൂട്ടുകാരെ വാപ്പയ്ക്ക് കാണാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കണം. ആഗ്രഹമുണ്ടെന്ന് പറയുകയാണെങ്കിൽ കൊണ്ടുപോകണം സഹോദരങ്ങളെ അവരുടെ അടുത്തേക്ക്. അവരുടെ ഓരോ ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞ് വാപ്പയ്ക്ക് അന്നത്തെ കാലത്ത് ഒന്നുമില്ലാതിരുന്ന കാലത്ത് വാപ്പയെ സഹായിച്ച ഒരാളെ കാണണമെന്ന് വാപ്പക്ക് ആഗ്രഹമുണ്ടാകും. കൂട്ടിക്കൊണ്ട് പോകണം നമുക്കവിടെ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്ന് പറയുന്ന ഒരു മഹാനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അബ്ദുല്ലാഹി ഇബ്നു ഉമർ സ്ഥിരമായി കേൾക്കുന്ന മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകനാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഒട്ടകപ്പുറത്ത് സഞ്ചരിച്ചു വരികയാണ്. ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുന്ന ആ സമയത്ത് അദ്ദേഹം ആരെന്നറിയോ? മക്കയും മദീനയും ഷാമും ലബനാനും എത്യോപ്യയും അടക്കം 22 രാജ്യങ്ങൾ ഭരിക്കുന്ന അൾട്ടിമേറ്റ് ഹീറോയായിരുന്ന ഒരു കാലത്ത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒട്ടകപ്പുറത്ത് നടന്നു വരുമ്പോൾ അദ്ദേഹം ഒരു വൃദ്ധനെ കാണുന്നു. ആ വൃദ്ധനെ കണ്ടപ്പോൾ അദ്ദേഹം ഒട്ടകം നിർത്തിയിട്ട് അദ്ദേഹം ചാടി താഴെ ഇറങ്ങിയതിനു ശേഷം ആ വൃദ്ധനെ പിടിച്ച് ഒട്ടകപ്പുറത്ത് കയറ്റിയിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു താഴെ നിന്ന് ആ വൃദ്ധനെ ഒട്ടകത്തിൽ ഇരുത്തി ഒട്ടകത്തെ തന്റെ മരുഭൂമിയിലൂടെ ചുട്ടുകൊള്ളുന്ന മരുഭൂമിയിൽ തന്റെ കാല് വെച്ച് നടന്നിട്ട് ആ വൃദ്ധനെ ഒട്ടകപ്പുറത്തിരുത്തി സഞ്ചരിച്ച് മക്കയുടെ മുറ്റത്തെത്തുമ്പോൾ അവിടെ നോക്കി നിന്ന ആ കിങ്കരന്മാർ അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർ ചോദിക്കുകയാണ്, അല്ല താങ്കൾ ആരാണ്? താങ്കളുടെ കുടുംബത്തിലെ ഏറ്റവും പ്രധാനിയാണെന്ന് തോന്നുന്നല്ലോ, അല്ലെങ്കിൽ താങ്കളുടെ ഭാര്യ പിതാവാണെന്ന് തോന്നുന്നല്ലോ. താങ്കൾ ഇറങ്ങി നടന്നിട്ട് ഈ ഒരു വൃദ്ധനെ താങ്കൾ ഒട്ടകപ്പുറത്ത് കയറ്റിക്കൊണ്ടുപോകാൻ ആരാണ് ഇദ്ദേഹം? അദ്ദേഹം ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ഇത് എന്റെ വാപ്പയായ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കൂട്ടുകാരനാണെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ പറഞ്ഞു. എന്താ സഹോദരങ്ങളെ, ഒരു വാപ്പയുടെ സുഹൃത്തിന് കൊടുത്ത ബഹുമാനം സഹാബത്തുൽ കിറാം റളിയല്ലാഹു തആല അൻഹും. നമ്മൾ ആരാണ് ഇതൊക്കെ ഇന്ന് പരിഗണിക്കാൻ തയ്യാറാകുന്നത്? അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പറയുന്ന നമ്മുടെ വീടിന്റെ ഉള്ളിൽ കിടന്ന് ഒരു നെഞ്ച് പൊട്ടിക്കരയുന്ന നമ്മുടെ വാപ്പയ്ക്കും അവരുടെ കരച്ചിലിനും, നമ്മുടെ ഉമ്മയുടെ പൊട്ടിക്കരച്ചിലിനും അവരുടെ തേങ്ങലിനും നമ്മുടെ നമസ്കാരത്തെക്കാൾ വിലയുണ്ട്, നമ്മുടെ സദഖയേക്കാൾ വിലയുണ്ട്. അവരുടെ വേദനയ്ക്കും നൊമ്പരത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല പള്ളിക്കകത്ത് മാത്രമാണ് അല്ലാഹു ഉള്ളത് എന്ന് ഞാനും നിങ്ങളും കരുതി പോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാതുറക്കുന്നത് നമ്മൾ ഓതുന്ന ഖുർആനിലൂടെ മാത്രമാണെന്ന് നമ്മൾ കരുതരുത്. നമ്മൾ ചൊല്ലുന്ന ദിക്റിലൂടെയാണ് അല്ലാഹു നമ്മളെ കേൾക്കുന്നത് എന്ന് നമ്മൾ കരുതരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉള്ളത് കഅബാലയത്തിന്റെ ചുറ്റും കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് ദുആ ചെയ്യുന്നവരുടെ നൊമ്പരം മാത്രമാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കേൾക്കുന്നത് എന്ന് ഞാനും നിങ്ങളും കരുതരുത്. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വീടിന്റെ അകത്തളങ്ങളിൽ നെഞ്ചുപൊട്ടി കരയുന്ന ഒരു വാപ്പയുണ്ടെങ്കിൽ ഖുർആനിനേക്കാൾ, നമസ്കാരത്തെക്കാൾ, കഅബാലയത്തിന്റെ മുന്നിൽ നിന്ന് ഒലിപ്പിക്കുന്ന കണ്ണീരിനേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഈ വാപ്പയുടെയും ഉമ്മയുടെയും കണ്ണുനീരിനുണ്ട് എന്ന് അറിയുന്ന തിരിച്ചറിവാണ് സഹോദരങ്ങളെ കുടുംബം എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ കുടുംബത്തിന്റെ മഹത്വം നമ്മൾ അറിയണം. ആ കുടുംബത്തെ മുറുകെ പിടിക്കണം. ആ കുടുംബത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഞാനും നിങ്ങളും മുന്നോട്ട് പോകണം. ആ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കണം, ദുനിയാവിൽ സന്തോഷിപ്പിക്കണം. നാളെ ആഖിറത്തിലും അവരെ നമുക്ക് സന്തോഷിപ്പിക്കാൻ കഴിയണമെങ്കിൽ സഹോദരങ്ങളെ ഈ ദുനിയാവിൽ അവരെ സന്തോഷിപ്പിക്കണം. ഏറ്റവും വലുതെന്തെന്നറിയോ? ഏറ്റവും വലുതെന്ന് പറയുന്നത് നമുക്ക് അവരിൽ നിന്ന് കിട്ടുന്ന അനന്തര സ്വത്ത്, അത് പൈസയായി കിട്ടുന്ന അനന്തര സ്വത്തല്ല സഹോദരങ്ങളെ ഏറ്റവും വലുത്. മറിച്ച് ഏറ്റവും ഈ ലോകത്തെ ഏറ്റവും വലിയ അനന്തര സ്വത്ത് എന്ന് പറയുന്നത് സ്നേഹവും പരിഗണനയുമാണ്. അത് നമുക്ക് കൊടുക്കാൻ കഴിയണം. വാപ്പയ്ക്കും ഉമ്മയ്ക്കും മക്കളെ കൊടുക്കുന്നത് പോലെ തിരിച്ചും കൊടുക്കാൻ കഴിയണം. വാപ്പയ്ക്കും ഉമ്മയ്ക്കും മക്കളോട് അവരുടെ നീതിയോടുകൂടി ഇടപഴകണം. അവരിൽ ആർക്കും യാതൊരു വ്യത്യാസവും കൽപ്പിക്കരുത്. ആൺമക്കൾക്കിടയിൽ വ്യത്യാസം വരുത്, പെൺമക്കൾക്കിടയിൽ വ്യത്യാസം വരുത്. കൃത്യമായി വിശുദ്ധ ദീനുൽ ഇസ്ലാം എന്തുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ പോലും അനന്തര സ്വത്ത് വിഹിതം ചെയ്യരുത് എന്ന് പറഞ്ഞു. അതിൽ അനീതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുന്നത് നാം എന്നും ജുമുഅയിൽ അവസാനം ഖുത്ബയിൽ നിന്ന് ഇമാം പടിയിറങ്ങി
ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് പറഞ്ഞവസാനിപ്പിക്കുന്ന ഒരായത്താണ് ഇന്നല്ലാഹു യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. അല്ലാഹു കൽപ്പിക്കുന്നത് നീതിയും ഉപകാരവുമാണ്. അതുപോലെ വഇതാഇൽ ഖുർബ, കുടുംബ ബന്ധത്തെ ചേർത്തു നിർത്താനാണ്. ആ കുടുംബ ബന്ധം നഷ്ടപ്പെട്ടു പോയാൽ സഹോദരങ്ങളെ, നമ്മുടെ നമസ്കാരം കൊണ്ട് വിലയില്ലാതാകും, നമ്മുടെ സദഖകൾ കൊണ്ട് വിലയില്ലാതാകും, നമ്മുടെ ഹജ്ജ് കൊണ്ട് വിലയില്ലാതാകും, നമ്മുടെ ഒന്നിനും ഒന്നിനും മൂല്യമില്ലാതായി മാറിപ്പോകും. എല്ലാത്തിനും അല്ലാഹു വില തരണമെങ്കിൽ നമ്മുടെ ഏറ്റവും കടമപ്പെട്ടത് നമ്മുടെ വാപ്പയോട്, ഉമ്മയോട്, നമ്മുടെ മക്കളോട്, കുടുംബത്തോട്, ഭാര്യയോട്, അവരോടുള്ള നമ്മുടെ ബന്ധം ശരിയാക്കണമെന്നുള്ള കാര്യം നാം മറന്നു പോകരുത് എന്ന വസ്തുത സമയക്കുറവിന്റെ പേരിൽ ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഒരുമിച്ച് കൂടലിനെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ വന്നുപോയ എല്ലാ വീഴ്ചകളും കുറവുകളും അല്ലാഹു മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയെങ്കിലും അല്ലാഹു നമുക്ക് തന്നിരിക്കുന്ന ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ അവരെ ഒന്ന് ചേർത്ത് പിടിച്ച് അവർക്ക് കൊടുക്കേണ്ടുന്ന സ്നേഹവും പരിഗണനയും അവർക്ക് ആവശ്യമായി നൽകി മരണപ്പെട്ടു പോയവരാണെങ്കിൽ അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്ത് അല്ലാഹുവിന്റെ പള്ളികളെയൊക്കെ സഹായിക്കുക എന്ന് പറയുന്നതിന്റെ ഭാഗമാണ്. മാതാപിതാക്കളെ, മരണപ്പെട്ടു പോയ മാതാപിതാക്കളെ സഹായിക്കേണ്ട വിധത്തിൽ, അവരെ പരിഗണിക്കേണ്ട വിധത്തിൽ ഇന്ന് പരിഗണിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള വലിയ ഓഫറാണ് സഹോദരങ്ങളെ. ആ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മുടെ പള്ളികളെ സഹായിക്കുക, അല്ലാഹുവിന്റെ പള്ളികളെ ചേർത്ത് പിടിക്കുക. ആ മാതാപിതാക്കൾക്ക് വേണ്ടി ജാരിയായ ഒരു സ്വതക്കയായി ഈ പള്ളികൾക്ക് വേണ്ടി സംഭാവന കൊടുത്തിട്ട് അല്ലാഹുവിനോട് പറയുക, അല്ലാഹു എന്റെ അറിവ് കേടുകൊണ്ട്, എന്റെ വിവരമില്ലായ്മ കൊണ്ട് എനിക്ക് കുറെ എന്റെ മാതാപിതാക്കൾ ജീവിച്ചിരുന്ന കാലത്ത് അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇന്നിതാ ഇപ്പോഴെനിക്ക് തിരിച്ചറിവ് വരുന്നു, ആ വാപ്പയും ഉമ്മയും പരിഗണിക്കാൻ പറ്റിയില്ലെന്ന വേദനയിൽ ഞാനിതാ വഖഫ് ജാരിയായ ഒരു സ്വതക്ക അല്ലാഹുവിന് വേണ്ടി കൊടുക്കുന്നു, നീ സ്വീകരിക്കണേ അല്ലാ എന്ന് പറഞ്ഞ പള്ളിക്ക് വേണ്ടി കൊടുക്ക് സഹോദര. അല്ലാഹുവിന്റെ ദീനിന്റെ വഴിയിൽ ചെലവഴിക്ക്, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് പേര് അങ്ങനെ തന്നു സഹകരിച്ചു, റബ്ബ് അവരെയൊക്കെ സ്വീകരിക്കട്ടെ. ഒരു സഹോദരൻ നാം കഴിഞ്ഞ ആഴ്ച പറഞ്ഞപ്പോൾ അതിന്റെ ആവശ്യം മനസ്സിലാക്കി മരണപ്പെട്ടു പോയത് എന്റെ വാപ്പയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ 25,000 രൂപ സംഭാവന ചെയ്തു. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ കബൂലാക്കണേ അല്ലാഹ്. അതുപോലെ മരണപ്പെട്ടു പോയ വാപ്പയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ മറ്റൊരു സഹോദരനും 50,000 രൂപ തന്ന് സഹായിച്ചു. അല്ലാഹുവേ ഇതെല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനെ. ആരൊക്കെ ഈ പള്ളിയുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സഹകരിക്കുന്നു അവരെ എല്ലാം നീ കബൂലാക്കുകയും സ്വീകരിക്കുകയും ചെയ്യണേ അല്ലാഹുവേ. അതുപോലെ നാം നമ്മുടെ പള്ളിയിലെ പണി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ആലോചിച്ച് നിൽക്കുന്ന ഒരു സമയത്ത്, അത്രയും പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ട് നിൽക്കും ഒരു സമയത്ത് നമ്മുടെ ഒരു സഹോദരൻ ഏറ്റവും അടുത്ത ഈ പള്ളിയുടെ പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു. അതിനേക്കാൾ ഉപരി ഒരു പടി മുന്നിൽ നിന്നുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു സഹോദരനായി എനിക്ക് മനസ്സിലാക്കുന്ന, 5 വക്തും ഇവിടെ വന്ന് കൃത്യമായി നമസ്കരിക്കുന്ന ഒരു സഹോദരൻ, ആവശ്യം മനസ്സിലാക്കി അങ്ങോട്ട് ചോദിക്കാതെ ഇങ്ങോട്ട് വന്ന് 25,000 രൂപ തന്ന് സഹായിച്ചൊരു സഹോദരനുണ്ട്. അല്ലാഹു നീ സ്വീകരിക്കണേ റഹ്മാനെ. അദ്ദേഹത്തിന്റെ പേരും നാവും എല്ലാം നിനക്കറിയാമല്ലോ റഹ്മാനെ. അദ്ദേഹം എന്താവശ്യം മനസ്സിൽ വെച്ചുകൊണ്ടാണോ ഈ പള്ളിയെ സഹായിച്ചത്, ചേർത്ത് പിടിച്ചത്, നീ സ്വീകരിക്കണേ റഹ്മാനെ. അതിന് പകരമായി നീ ദുനിയാവിലും ആഖിറത്തിലും അദ്ദേഹത്തിന് ഏറ്റി നൽകുകയും അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ മുഴുവൻ പ്രശ്നങ്ങളും നീ മാറ്റിക്കൊടുത്ത് ഭാര്യയ്ക്ക് നീ പരിപൂർണ്ണ സുഖവും ആഫിയത്തും സിഹത്തും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാ പ്രയാസങ്ങളും ദുരിതങ്ങളും മാറ്റി അല്ലാഹുവേ അദ്ദേഹത്തിന് നീ ദുനിയാവിലും ആഖിറത്തിലും ഏറ്റെടുക്കണേ റഹ്മാനെ. അതുപോലെ സഹായിച്ച സഹോദരങ്ങൾ അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി സഹായിച്ചതാണ്, വാപ്പമാർക്ക് വേണ്ടി സഹായിച്ചതാണ്. അല്ലാഹുവേ അവരാ മക്കൾ ചെയ്തത് ഇന്ന് ഖബറിൽ കിടന്ന് കണ്ണ് കാണുന്നുണ്ടാവും. അല്ലാഹുവേ ഞാൻ വിട്ടിട്ട് പോയ മക്കൾ അൽഹംദുലില്ലാ, ഞാൻ കൊടുത്തിട്ട് പോയ സമ്പത്ത് അവര് അനാവശ്യമായി ചെലവഴിച്ച് അടിച്ചു തീർത്ത് അവർ പരസ്പരം വഴക്കിടാതെ ബഹളമില്ലാതെ അവർ അതിന്റെ പേരിൽ തർക്കിക്കാതെ അല്ലാഹുവേ നിന്റെ വഴിയിൽ ചെലവഴിച്ച് എന്നെ സന്തോഷിപ്പിച്ചല്ലോ, എന്റെ ആ മകനെ സ്വീകരിക്കണേ എന്ന് ആ വാപ്പ ഖബറിൽ കിടന്ന് സന്തോഷിക്കുന്നുണ്ടാകും. സഹോദരങ്ങളെ, നിങ്ങൾ കൊടുത്തത് നല്ലൊരു വഴിയിലാണ്, നിങ്ങൾ കൊടുത്തത് തെറ്റിയിട്ടില്ലെന്ന് ആ വാപ്പയും കിടന്ന് സന്തോഷിക്കുന്നുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് അഭിമാനിക്കാം. ആ വാപ്പയ്ക്ക് അല്ലാഹു പുറത്തു കൊടുത്ത് സ്വർഗം കൊടുക്കട്ടെ. നമ്മളെ എല്ലാം അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആരൊക്കെ ഈ പള്ളിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഓടി നടക്കുകയും അത് പെട്ടെന്ന് പൂർത്തിയായി കാണണമെന്ന് ആഗ്രഹിക്കുകയും സാമ്പത്തികമായും ശാരീരികമായും ഇതിനു വേണ്ടി പണിയെടുക്കുകയും ഓടി നടക്കുകയും ചെയ്യുന്ന എല്ലാവരെയും റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ അർഹമായി നൽകിയ അവരെയൊക്കെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അവരുടെ ആവശ്യങ്ങളൊക്കെ നീ നിറവേറ്റണേ അല്ലാഹ്. മരണപ്പെട്ട ഖബറുകളിൽ കഴിയുന്ന നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ നാട്ടുകാർ, സുഹൃത്തുക്കൾ, നമ്മുടെ ഈ മഹല്ലിന് ചുറ്റും അടങ്ങിയിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾ, സഹോദരിമാർ എല്ലാവർക്കും റബ്ബ് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മഹല്ല് അൽഹംദുലില്ലാ എല്ലാ സമയങ്ങളിലും നല്ലൊരു ചുവടുവെപ്പ്, നല്ല ഒരു ദീനിയായ മുന്നേറ്റത്തിന് തയ്യാറെടുക്കുന്ന മഹല്ലാണ്. അതിന്റെ ഭാഗമായി നമ്മുടെ മഹല്ല് നല്ലൊരു ക്യാമ്പയിൻ ലഹരി വിരുദ്ധതയ്ക്കെതിരെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ കമ്മിറ്റി ഭാരവാഹി അജ്മൽ സാഹിബ് നിങ്ങളോട് വിശദീകരിക്കും. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ ചുരുങ്ങിയ വാക്കുകൾ കേട്ട് നമുക്ക് ഖുത്ബയിലേക്ക് കടക്കാം. റബ്ബ് സ്വീകരിക്കട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.